ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അപകട സാധ്യതയുള്ളയിടങ്ങളിൽ അപായസൂചന ബോർഡുകൾ സ്ഥാപിക്കാത്തതും സ്ഥാപിച്ചാൽ തന്നെ അത് ഗൌനിക്കാത്തതും അപകടങ്ങളുടെയും തീവ്രത വർദ്ധിപ്പിക്കുന്നു. പരിചയമില്ലാത്തിടത്ത് സാഹസത്തിന് മുതിരുന്നതും മരണത്തിന് തന്നെ കാരണമാകുന്നു. പുഴയിൽ വീണ ഒരു പന്തെടുക്കാൻ ഇറങ്ങിയ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് പുഴയെടുത്തത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. അപഹരിക്കപ്പെടുന്ന ജനാധിപത്യ അവകാശങ്ങളുടെ സ്ഥാനത്ത് ഒരു മർദ്ദകാധികാരം രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് KEN കുഞ്ഞാമത്. KHSTA സമരപ്രഖ്യാപന കൺവെൻഷൻ കോഴിക്കോട്ട്. തൊഴിലാളികളെ മുതലാളികൾക്ക് മുൻപിൽ അടിയറ വയ്ക്കുവാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോലും ശ്രമിക്കുന്നതെന്ന് AK ശശീന്ദ്രൻ MLA. കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ധർണ. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലാളികളെ മുതലാളികൾക്ക് മുൻപിൽ അടിയറ വയ്ക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോലും ശ്രമിക്കുന്നതെന്ന് AK ശശീന്ദ്രൻ MLA. കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ അധ്യക്ഷനായിരുന്നു. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ടൗൺ ഹാളിൽ തുടക്കമായി. INLC, NKTF, കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ തുടങ്ങിയ വിവിധ സംഘടനകളിൽ നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ ആഗവൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ മുതലാളികൾക്ക് മുന്നിൽ അടിയറവ് വെക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോലും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റും ആ വഴിക്കുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ മുതലാളിമാരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നയത്തിലേക്കാണ് ഉമ്മൻചാണ്ടി സർക്കാരും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സമ്മേളനം നടത്തുമ്പോൾ സംഘടനാപരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഈ നീക്കത്തെ ചെറുത്ത് പരാജയപ്പെടുത്താനുള്ള തീരുമാനവും എടുക്കണം. കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ അധ്യക്ഷനായിരുന്നു. NCP ദേശീയ ജനറൽ സെക്രട്ടറി ജിമ്മി ജോർജ്, ലക്ഷദ്വീപിൽ നിന്നുള്ള KAO പ്രതിനിധി PP ഹംസ, കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ മലപ്പുറം പ്രസിഡന്റ് ശിവശങ്കരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. കേരള ആർട്ടിസൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ബാലൻ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി M ആലിക്കോയ, NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, NYC സംസ്ഥാന പ്രസിഡന്റ് R ജയൻ, NLC സംസ്ഥാന സെക്രട്ടറി മോഹൻദാസ്, NMC ജില്ലാ പ്രസിഡന്റ് സിസിലി ടീച്ചർ, NKTF സംസ്ഥാന പ്രസിഡന്റ് ആനന്ദക്കുട്ടൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. അപഹരിക്കപ്പെടുന്ന ജനാധിപത്യ അവകാശങ്ങളുടെ സ്ഥാനത്ത് ഒരു മർദ്ദകാധികാരം രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് KEN കുഞ്ഞഹമ്മദ്. ഇതിനെതിരെ സംഘടിത പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KHSTA സമരപ്രഖ്യാപന കൺവെൻഷൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 2014 മുതൽ ആരംഭിച്ച +2 സ്കൂളുകളിലെ അധ്യാപകർക്ക് നിയമന തീയതി മുതൽ അംഗീകാരം നൽകുക, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുക, സമയബന്ധിതമായി +1 അഡ്മിഷൻ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ ചേർന്നത്. സാംസ്കാരിക പ്രവർത്തകൻ KEN കുഞ്ഞാമത് സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപഹരിക്കപ്പെടുന്ന ജനാധിപത്യ അവകാശങ്ങളുടെ സ്ഥാനത്ത് ഒരു മർദ്ദക അധികാരം രൂപപ്പെട്ടു വരുന്നുണ്ടെന്നും ഇതിനെതിരെ സംഘടിത പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രതിരോധം ഉയർന്നുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപഹരിക്കപ്പെടുന്ന ഏത് അവകാശത്തിന്റെയും സ്ഥാനത്ത് തീർച്ചയായിട്ടും
ഒരു അധികാരം രൂപപ്പെടുന്നുണ്ട്, ഒരു മർദ്ദകമായ അധികാരം രൂപപ്പെടുന്നുണ്ട്. ആ മർദ്ദകമായ അധികാരത്തിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ നേരിട്ടുള്ള ഒരു പ്രശ്നമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ എല്ലിൽ തട്ടിയത് കൊണ്ട് ഒരു ഊർജ്ജം അധികം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മളെപ്പോലുള്ള മറ്റു മനുഷ്യരുടെ, നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ നിരവധി ജനാധിപത്യ അവകാശങ്ങൾ നിരന്തരം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രഘട്ടത്തിൽ ഈ നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഈ സമരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളെ കുറിച്ചും ബോധ്യമാകാനുള്ള ഒരു ചരിത്ര സന്ദർഭമായി വികസിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ KAHSDA സംസ്ഥാന പ്രസിഡന്റ് ജോഷി ആന്റണി അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ജനറൽ സെക്രട്ടറി KG പ്രദീപ്, ട്രഷറർ AK അബ്ദുൾ ഹക്കീം, വൈസ് പ്രസിഡന്റുമാരായ ജോസഫ് കാരിമറ്റം, KC ഫസലുൽ ഹഖ്, സംസ്ഥാന സെക്രട്ടറി P അഖിലേഷ്, N സജിത, K ബിജു, ഇർഷാദ്, S അജിത് കുമാർ തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ച് സംസാരിച്ചു. പുഴയിൽ വീണ പന്തെടുക്കാൻ ശ്രമിക്കവേ കർണാടക സ്വദേശികളായ 3 സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. ഫറോക്ക് പുതിയ പാലത്തിന് സമീപത്താണ് സംഭവം. മഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം നടന്നത്. ഫറോക്ക് പുതിയ പാലത്തിന് സമീപം ചാലിയാറിലിറങ്ങിയ ബന്ധുക്കളായ നവീദ്, അബ്ദുൾ അസീസ്, മൊയ്തീൻ എന്നിവരാണ് മരിച്ചത്. മൂവരും കർണാടക ഹുല്ലഹള്ളി സ്വദേശികളാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. യാത്രക്കിടെ ഉച്ചഭക്ഷണമുണ്ടാക്കി കഴിക്കാനാണ് 18-അംഗ സംഘം പുതിയ പാലത്തിന് സമീപം ചാലിയാർ തീരത്തെത്തിയത്. സ്ത്രീകൾ പാചകത്തിലേർപ്പെട്ടപ്പോൾ കുട്ടികൾ പുഴയോരത്ത് പന്ത് കളിക്കുകയായിരുന്നു. ഇതിനിടെ പുഴയിലേക്ക് വീണ പന്തെടുക്കാൻ പുഴയിലിറങ്ങിയ മൊയ്തീൻ ഒഴുക്കിൽപ്പെട്ട് ആഴത്തിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. ഉടൻ തന്നെ അസീസും നവീദും ചാടിയിറങ്ങി. ഇവരും ഒഴുക്കിൽപ്പെട്ടപ്പോൾ കരയിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ബഹളം വെച്ചു. ഓടിക്കൂടിയ നാട്ടുകാർ സമീപത്തുണ്ടായിരുന്ന മണൽത്തോണിയെടുത്ത് നവീദിനെ പുറത്തെടുത്തു. ഉടൻ ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അസീസിന്റെ ഉപ്പ അബ്ദുള്ള മഞ്ചേരി സ്വദേശിയാണ്. ജോലി ആവശ്യത്തിനായി വർഷങ്ങൾക്ക് മുൻപേ കർണാടകയിൽ സ്ഥിരതാമസമാക്കിയതാണ്. മഞ്ചേരി നെല്ലിക്കുത്തിലുള്ള അസീസിന്റെ വലിയുമ്മ അസുഖം ബാധിച്ച് കിടപ്പിലാണെന്നറിഞ്ഞ് ശനിയാഴ്ച രാവിലെയാണ് ഇവർ കുടുംബസമേതം മഞ്ചേരിയിലെത്തിയത്. 2 ദിവസം മഞ്ചേരിയിൽ ചെലവിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് നാട്ടിലേക്ക് പുറപ്പെട്ടത്. ഒരേ കുടുംബത്തിലെ 3 പേരുടെ മരണം കടുത്ത ആഘാതമാണ് ഫറോക്ക് സ്വദേശികൾക്കും ഉണ്ടാക്കിയത്. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്. കല്ലായി പോസ്റ്റ് ഓഫീസിന് സമീപം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പന്നിങ്ങര, പയ്യാനക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടികളുടെ ഭാഗമായി പുതിയറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാനേജർ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിലും ധർണ നടത്തി. ധർണ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്. കല്ലായി പോസ്റ്റ് ഓഫീസിന് സമീപം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പന്നിയങ്കര, പയ്യാനക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെച്ചതുപോലെ ഇന്ന് മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയെ നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യം ഇന്നലകളിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രാജ്യത്ത് കടന്നു വന്നുകൊണ്ട് ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ എങ്ങനെ ഉപയോഗിച്ചുവോ അതുപോലെ നരേന്ദ്രമോദി ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ തീരുമാനങ്ങളുമായി കൊണ്ട് കോർപ്പറേറ്റുകൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ ഈ രാജ്യത്ത് വികസനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് പറയാനില്ല. മറിച്ച് അവർക്ക് പറയാനുള്ളത് അമേരിക്ക ഭരിക്കുന്ന ഒബാമക്ക് മോഡിയെ കുറിച്ച് എന്താണ് മതിപ്പ് എന്നാണ്. മണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി EK ഗോപാലകൃഷ്ണൻ, IYC ജില്ലാ മുൻ പ്രസിഡന്റ് K സുൽഫിക്കർ അലി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സിജി കൊട്ടാരത്തിൽ, INTUC പ്രസിഡന്റ് K ഷാജി, ബ്ലോക്ക് സെക്രട്ടറി പുളിക്കൽ അഷറഫ്, കോർപ്പറേഷൻ കൌൺസിലർ ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡൽഹി ആസ്ഥാനമായുള്ള NRI വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവാസി ശ്രേഷ്ഠ പുരസ്കാരം ഇന്തോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറിയും ഗ്ലോബൽ ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ ആറ്റക്കോയ പള്ളിക്കണ്ടിക്ക്. പ്രവാസി ക്ഷേമ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അവാർഡ്. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസാവസാനം ഡൽഹിയിൽ നടക്കുന്ന NRI സമ്മേളനത്തിൽ വെച്ച് സമർപ്പിക്കും. മെയ് 7 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന ജേർണലിസ്റ്റ് വോളി ലീഗിൽ പങ്കെടുക്കുന്ന കാലിക്കറ്റ് പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. കോസ്മോസ് സ്പോർട്സ് MD AK നിഷാദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാല വരിദൂരിന് നൽകിയാണ് ജേഴ്സിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചത്.
മെയ് 7 മുതൽ 10 വരെയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ച് ജേർണലിസ്റ്റ് വോളി ലീഗ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിനുള്ള കാലിക്കറ്റ് പ്രസ് ക്ലബ് ടീമിന്റെ പരിശീലനം പൂർത്തിയായി. ടീമിന്റെ സ്പോൺസർമാരായ കോസ്മോസിന് വേണ്ടി MD AK നിഷാദ് ജേഴ്സി പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കമാൽ വരദൂർ ജേഴ്സി ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് സെക്രട്ടറി T ബാലനാരായണൻ, മധു S കർത്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മെട്രോ വാർത്തയിൽ നിന്നുള്ള KP സജീവനാണ് ടീം ക്യാപ്റ്റൻ. മാധ്യമത്തിൽ നിന്ന് ബിജുനാഥ്, അബ്ദുൽ ലത്തീഫ്, മാതൃഭൂമിയിൽ നിന്ന് E ശശിധരൻ, KM ബൈജു, ചന്ദ്രികയിൽ നിന്ന് PV നജീബ്, ജില്ലാ വാർത്തകളിൽ നിന്ന് NP ഷക്കീർ, സുപ്രഭാതത്തിൽ നിന്ന് സുരേഷ് മമ്പള്ളി, സിറാജിൽ നിന്ന് ആദർശ് ലാൽ എന്നിവർ ഉൾപ്പെടുന്നതാണ് കാലിക്കറ്റ് പ്രസ് ക്ലബ് ടീം. ചിത്തു അപ്പുകുട്ടൻ ടീം കോച്ചായി പ്രവർത്തിക്കുന്നു. വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. കാണികളുടെ പങ്കാളിത്തവും പകിട്ടും കുറഞ്ഞ് കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവം. കലോത്സവ നടത്തിപ്പിലെ അപാകതയാണ് പരീക്ഷാ സമയത്ത് കലോത്സവം നിശ്ചയിച്ചതിന് പിന്നിൽ. 5 സോണുകളിൽ നിന്നായി 10 ടീം പങ്കെടുക്കേണ്ട പല ഇനങ്ങളിലും 7 പേരോളം മത്സരിക്കാൻ എത്തിയിട്ടില്ല. സാധാരണ വർഷങ്ങളിൽ ഫെബ്രുവരി മാസത്തിലാണ് ഇന്റർസോൺ കലോത്സവം നടക്കുന്നത്. എന്നാൽ ഇത്തവണ കോഴിക്കോട്, വയനാട് സോണുകളിലെ കലോത്സവങ്ങൾ തന്നെ പൂർത്തിയായത് ഏപ്രിൽ 2-ാം വാരത്തോടെയാണ്. സർവകലാശാല അധികൃതർ യൂണിയൻ ഫണ്ട് അനുവദിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് കലോത്സവ നടത്തിപ്പ് വൈകാൻ കാരണമെന്നാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. പരീക്ഷയുള്ളതിനാൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ലക്ഷദ്വീപ് സോണിൽ ഇത്തവണ മത്സരം നടത്താത്തതിനാൽ അവർക്കും കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചില്ല. മത്സരാർത്ഥികൾ കുറവായതിനാൽ തന്നെ മിക്ക വേദികളിലും കാണികളുടെയും എണ്ണം നന്നേ കുറവായിരുന്നു. നൃത്ത ഇനങ്ങൾ അരങ്ങേറിയ 1-ാം വേദിയിൽ മാത്രമായിരുന്നു അല്പമെങ്കിലും കാണികൾ ഉണ്ടായിരുന്നത്. സംഘാടനത്തിലെ ഗുരുതരമായ പിഴവാണ് ഇത്തവണ കലോത്സവത്തിന്റെ ഏതു മേഖല പരിശോധിച്ചാലും കാണാൻ കഴിയുക. യൂണിയനുകൾക്കപ്പുറം സർഗാത്മകതയ്ക്കും ക്രിയാത്മകമായ പ്രവൃത്തികൾക്കും മാത്രമേ ഇത്തരമൊരു പരിപാടി വിജയിപ്പിക്കാൻ സാധിക്കൂ. പന്നിയങ്കര തിരുവണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം AITC മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK നാസർ ഉദ്ഘാടനം ചെയ്തു. പന്നിയങ്കര തിരുവണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം AITUC മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK നാസർ ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പന്നിയങ്കര തിരുവണ്ണൂർ റോഡ് ഉടൻ നന്നാക്കുക, PWD അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക, റോഡ് ഗതാഗത യോഗ്യമാക്കുക, വാർഡ് കൌൺസിലറുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ഉപരോധ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ. AITUC, CITU, INTUC തുടങ്ങിയ സംഘടനകൾ സംയുക്തമായി ഉപരോധത്തെ പിന്തുണച്ചു. NTUC, CITU, AITUC സംഘടനാ നേതാക്കളായ അനിൽ ബാബു, ഉമ്മർ കോയ, U സതീശൻ തുടങ്ങിയവർ ഉപരോധത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വി റഫീഖ്, KP അബ്ദുൽ ലത്തീഫ്, ഷൈജാസ്, ശിവദാസൻ, ജാഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാറിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം കാലിക്കറ്റ് സർവകലാശാലയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മെയ് അവസാനത്തോടെ പണി പൂർത്തിയാക്കി ജൂൺ ആദ്യവാരത്തോടെ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കുകയാണ് സർവകലാശാലയുടെ ലക്ഷ്യം. 5.5 കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചുമതല PWDവിനാണ്.
പൈലിംഗ്, ഫെൻസിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 5 കോടി രൂപയാണ് സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടെ സർവകലാശാലയ്ക്ക് കീഴിലെ 5 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ മെയ് അവസാന വാരത്തോടെ പണി പൂർത്തിയാക്കി ജൂൺ ആദ്യവാരത്തോടെ ട്രാക്ക് കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സർവകലാശാല. പണി പൂർത്തിയാകുന്നതോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി CH മുഹമ്മദ് കോയയുടെ നാമധേയം നൽകിയിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം മാറുമെന്ന് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ VP സക്കീർ ഹുസൈൻ പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം, അതങ്ങനെ പറയുവാനുള്ള കാരണം ഇന്ന് ഒരു സ്റ്റേഡിയത്തിൽ 2 400 മീറ്റർ ട്രാക്ക് കിട്ടുന്ന ഏഷ്യയിൽ ഒരു സ്റ്റേഡിയവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സ്റ്റേഡിയത്തിൻ്റെ 2 ഭാഗങ്ങളിലും ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ 5.5 കോടി രൂപയുടെ സഹായത്താൽ ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ആകമാനം ഒരു അഭിമാനമായിട്ടുള്ള സിന്തറ്റിക് ട്രാക്കിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനഘട്ട പ്രവർത്തനത്തിലേക്കാണ് നീങ്ങുന്നത്. സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് അൽഅബീർ ഗ്രൂപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന നവീകരണ പ്രവർത്തികളും നടക്കുന്നുണ്ട്. പൂർണ്ണതോതിൽ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ സർവകലാശാല സ്റ്റേഡിയം കേരളത്തിന് തന്നെ അഭിമാനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സർവകലാശാല നേതൃത്വം. മണൽവാരൽ നിരോധനം അനിശ്ചിതമായി തുടരുന്നതിൽ പ്രതിഷേധിച്ച് ചാലിയാർ മേഖലയിലെ മണൽ തൊഴിലാളി സംയുക്ത യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ സാമഗ്രികൾ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറികൾ തടഞ്ഞു. ഇതേ തുടർന്ന് ഡ്രൈവർമാരും സമരക്കാരും വാക്കേറ്റം നടന്നു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പരിസ്ഥിതിക്ക് ദോഷകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടി അനിശ്ചിതകാലമായി തുടരുന്ന മണൽവാരൽ നിരോധനത്തിൽ പ്രതിഷേധിച്ച് ചാലിയാർ മേഖല സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ലോറികൾ തടഞ്ഞു. ജില്ലയിലെ 9 പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലായാണ് നിർമ്മാണ സാമഗ്രികളുമായി പോകുന്ന ലോറികൾ തടഞ്ഞത്. 18 മാസത്തോളമായി മറ്റൊരു കാലത്തുമില്ലാത്ത വിധം മണൽവാരൽ നിരോധനം ഏർപ്പെടുത്താൻ തുടങ്ങിയിട്ട് അതിനിടയിൽ 3 മാസം മാത്രമാണ് നിരോധനം പിൻവലിച്ചത്. ഫെബ്രുവരി 23 മുതൽ വീണ്ടും നിരോധനം നിലവിൽ വന്നു. എന്നാൽ മണൽവാരൽ നിരോധനം നിലനിൽക്കെ തന്നെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന കരിങ്കൽ, ചെങ്കൽ, എംസാൻഡ് എന്നിവയുടെ ഉൽപാദനവും കടത്തലും വ്യാപകമായി തുടരുന്നുണ്ട്. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയാണ് കടവുകളിൽ സാധാരണ ഔദ്യോഗികമായി മണൽവാരൽ നിരോധനം നിലനിൽക്കുന്നത്. മഴക്കാലത്ത് പുഴകളിൽ മണൽ ഉൽപാദനം കൂടുമെന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഇപ്രാവശ്യം 100 കണക്കിന് തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന മണൽ മേഖലയിൽ നിരോധനം അനിശ്ചിതമായതോടെയാണ് നിലനിൽപ്പിനു വേണ്ടി തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. തിങ്കളാഴ്ച രാവിലെ 9ഓടെ ഓരോ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ സംഘടിച്ചെത്തി നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ലോറികൾ തടഞ്ഞു. പലയിടങ്ങളിലും ഇത് സംഘർഷത്തിലേക്ക് നയിച്ചു. മാവൂർ, ചെറുപ്പ, ഊർക്കടവ്, പന്തീരങ്കാവ്, അറപ്പുഴ, ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ കെ ഹസൻകോയ, ബഷീർ ചിത്രക്കടവ്, മനാഫ് രാമനാട്ടുകര, ബഷീർ പള്ളിത്താഴം തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്തീരങ്കാവ്, ചെറുവണ്ണൂർ എന്നിവിടങ്ങളിൽ സമരക്കാരെ നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തു. 128 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചേളന്നൂർ ശ്രീകലാലയത്തിന്റെ 29ാം വാർഷികാഘോഷം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കലാമണ്ഡലം ലീലാമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സംഗീതാർച്ചനയോടെയാണ് കലാപരിപാടികൾ ആരംഭിച്ചത്. കോഴിക്കോട് അമ്പലത്തുകുളങ്ങര ചേളന്നൂർ ശ്രീകലാലയത്തിന്റെ 29ാം വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിൻസെന്റ് സാമുവൽ അധ്യക്ഷം വഹിച്ച ചടങ്ങ് കലാമണ്ഡലം ലീലാമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വത്സല, ചലച്ചിത്രതാരം സുരഭി, ചെല്ലപ്പൻ നായർ, ഗുരു ഗോപിനാഥ്, കലാമണ്ഡലം സത്യവ്രതൻ, പ്രദീപ് ചെലപ്രം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികളുടെ സംഗീതാർച്ചനയോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം. തുടർന്ന് ഡോക്ടർ അഞ്ജലി സത്യനും സംഘവും അവതരിപ്പിച്ച രുദ്രം കുച്ചിപ്പുടി അവതരണം നടന്നു. അരങ്ങേറ്റം, നൃത്തസന്ധ്യ, വാദ്യഘോഷം എന്നിവയും ഉണ്ടായിരുന്നു. വാർത്തകളിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്.
രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീൻചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. ജനസംഘം BJP നേതാവായിരുന്ന യു ദത്താത്രേയ റാവുവിന്റെ അനുസ്മരണ ദിനം അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ദത്താത്രേയ റാവു നടത്തിയ പോരാട്ടം ചരിത്രത്തിൽ വേണ്ടവിധം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. പൊതുപ്രവർത്തകർക്ക് മാതൃകയാകേണ്ടതും ത്യാഗത്തിന്റെ പ്രതീകവുമായ വ്യക്തിത്വമായിരുന്നു ജനസംഘം BJP നേതാവായിരുന്ന യു ദത്താത്രേയ റാവുവിന്റേതെന്ന് BJP മുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. യു ദത്താത്രേയ റാവുവിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിനു വേണ്ടി ത്യജിക്കപ്പെടുന്നവരുടെ എണ്ണം കുറ്റിയേറ്റുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് യു ദത്താത്രേയ റാവുവിനെ പോലുള്ളവരുടെ ത്യാഗജീവിതം ഏറെക്കാലത്തും സ്മരിക്കേണ്ടതാണ്. ആദർശ രാഷ്ട്രീയത്തിന്റെ ഈ വക്താവിനെ ചരിത്രം അവഗണിച്ചിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രത്തിൽ വേണ്ടവിധം രേഖപ്പെടുത്തിയിട്ടില്ല. പാരമ്പര്യമായി തനിക്ക് ലഭിച്ച സ്വത്തുവകകൾ വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോലും മാതൃകാ പുരുഷനായിരുന്നു യു ദത്താത്രേയ റാവു എന്നും PS ശ്രീധരൻപിള്ള അനുസ്മരിച്ചു. അപ്പൊ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പോരാടിയത് ആരാ? നക്സലൈറ്റുകളുടെ കേരളത്തിലെ പങ്കെന്താ? ഒരു രാജനുണ്ടായി, ശരിയാ, 1-2 പടക്കം പൊട്ടിച്ചു. യൂണിവേഴ്സിറ്റിക്കടുത്തും കുറ്റ്യാടിയിലും 2 സ്ഥലത്ത് പടക്കം പൊട്ടിച്ച സംഭവം ഒഴിച്ചാൽ കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പോരാട്ടത്തിലെ പങ്ക് വട്ടപൂജ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഫസർ സുമതി ഹരിദാസ് അധ്യക്ഷം വഹിച്ചു. PK സഹദേവൻ, ചേറ്റൂർ ബാലകൃഷ്ണൻ, എളമ്പിലാശ്ശേരി ഗോവിന്ദൻ, P വേലായുധൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി കാലുകൾ മുറിഞ്ഞു വീണും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. വൈദ്യുതി കേബിൾ, ടെലിഫോൺ ബന്ധങ്ങൾ പലയിടത്തും തടസ്സപ്പെട്ടിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകിയും മുറിഞ്ഞു വീണും ഫറോക്ക്, ബേപ്പൂർ മേഖലയിൽ ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. റോഡിലേക്ക് മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികൾ പൊട്ടി പലയിടത്തും വിതരണം താറുമാറായി. മിന്നലിൽ മാത്തോട്ടം കുത്തുകല്ല് റോഡ് ഐസ് കമ്പനിക്ക് സമീപം KT കോയയുടെ അടച്ചിട്ട വീട്ടിലെ റെഫ്രിജറേറ്റർ കത്തി നശിച്ചു. മാറാട് SI D പ്രസാദും അഗ്നിശമന സേനയും എത്തി വാതിൽ പൊളിച്ചാണ് തീയണച്ചത്. വൈകിട്ട് 3:30 മിന്നലോടുകൂടി ആഞ്ഞുവീശിയ കാറ്റിലാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. ഫറോക്ക് ചന്തയിൽ GH റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. തിരുച്ചിലങ്ങാടിയിൽ മരം വീണ് ഫറൂഖ് കോളേജ് റോഡിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. രണ്ടിടത്തും നാട്ടുകാർ ഇടപെട്ട് മരം മുറിച്ചു നീക്കി. നടുവട്ടം വെസ്റ്റ് മാഹി പടിഞ്ഞാറെ ശെൽവന്റെ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. വീടിന്റെ ചുറ്റുമതിലും തകർന്നു. മരത്തോടൊപ്പം ഇലക്ട്രിക് പോസ്റ്റും തകർന്നു വീണിട്ടുണ്ട്. അരക്കിണർ, പാറപ്പുറം, വെള്ളക്കുണ്ടുവയൽ തിരിക്കോട്ട് ശ്രീധരന്റെ വീടിന് മുകളിൽ തെങ്ങ് മുറിഞ്ഞു വീണു. വെസ്റ്റ് മാഹി നടുവട്ടം കൂട്ടാടമയിൽ കുറുവഞ്ചേരി ഷൈമയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് മുറിഞ്ഞു വീണു. കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടിയും കടപുഴകിയും വീണ് KICB മാവൂർ സെക്ഷന് കീഴിൽ മാത്രം 10 വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടി. വൈദ്യുതി കമ്പികളും പൊട്ടി വീണിട്ടുണ്ട്. പെരുവയിൽ, പൂവാട്ടുപറമ്പ് ഭാഗങ്ങളിലെ കണക്കുകൾ KICBയിൽ എത്തുന്നതേയുള്ളൂ. കണ്ണിപ്പറമ്പ്, മാവൂർ, വെള്ളന്നൂർ ഭാഗങ്ങളിൽ വാഴ, കപ്പ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കൃഷിയും വ്യാപകമായി നശിച്ചു. കെട്ടിടങ്ങൾക്ക് മുകളിലും വീടുകൾക്ക് മുകളിലും മരം വീണ് നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ആയിരങ്ങൾ അണിനിരുന്ന റാലിയോടെ വെൽഫെയർ പാർട്ടി നടത്തിയ ജനഹിത മുന്നേറ്റ യാത്ര സമാപിച്ചു. സരോവരത്തു നിന്നും ആരംഭിച്ച റാലി പൊതുസമ്മേളന നഗരിയായ കടപ്പുറത്ത് സമാപിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലമാണ് ജനഹിത മുന്നേറ്റ യാത്ര നയിച്ചത്. കോർപ്പറേറ്റ്, വർഗീയ, അഴിമതിമുക്ത കേരളമെന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നയിച്ച ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയ്ക്ക് ഉജ്ജ്വല റാലിയോടെ സമാപനം.
സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്ത റാലി പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്നതായി. വൈകുന്നേരം 4 മണിയോടെ സരോവര പരിസരത്തു നിന്നും ആരംഭിച്ച റാലി കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ചു. സമ്മേളനം ദേശീയ പ്രസിഡന്റ് SQR ഇല്യാസ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത നല്ല നാളുകൾ ഇന്ത്യയിലെ 90% വരുന്ന പാവപ്പെട്ടവർക്ക് വന്നെത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് മോദി ഭരണം കൊണ്ട് നേട്ടം. കള്ളപ്പണം പിടിച്ചെടുത്ത് രാജ്യത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച മോദിക്ക് 1 രൂപ പോലും കൊണ്ടുവരാൻ ആയിട്ടില്ല. രാജ്യത്തെ പാവപ്പെട്ടവന്റെ വേദന കാണാനും കേൾക്കാനും മോദിക്ക് സമയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാൾ മുൻ ഭൂപരിഷ്കരണ മന്ത്രിയും CPM നേതാവുമായിരുന്ന അബ്ദുറസാഖ് മുല്ല മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി തെന്നലാപുരം രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ജനഹിത മുന്നേറ്റ യാത്ര നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിന് സ്വീകരണം നൽകി. ദേശീയ ജനറൽ സെക്രട്ടറി PC ഹംസ, വൈസ് പ്രസിഡന്റ് ഫാദർ അബ്രഹാം ജോസ്, ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു, വെൽഫെയർ പാർട്ടി ദേശീയ സെക്രട്ടറി K അംബുജാക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PA അബ്ദുൽ ഹക്കീം, പശ്ചിമ ബംഗാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ റസീദ്ദീൻ എന്നിവർ സംസാരിച്ചു. സെക്കുലർ കളക്ടീവും ബാങ്ക്മാൻസ് ക്ലബ്ബും സംയുക്തമായി ഇന്ത്യയിൽ ശാസ്ത്രചിന്ത വളർത്തുന്നതിൽ നെഹ്റുവിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിലായിരുന്നു സെമിനാർ നടന്നത്. നെഹ്റുവിയൻ കാലഘട്ടം പാശ്ചാത്യ മാതൃകയെ പിന്തുടർന്ന് എന്ന് ആക്ഷേപിക്കുന്നവർ ഇന്ന് മതനിരപേക്ഷതയെയും ശാസ്ത്രത്തെയും പുറന്തള്ളി മതത്തെ സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ഭാരതീദാസൻ സർവകലാശാലയിലെ പ്രൊഫസർ Y ശ്രീനിവാസ റാവു അഭിപ്രായപ്പെട്ടു. സെക്കുലർ കളക്ടീവും ബാങ്ക്മാൻസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയിൽ ശാസ്ത്രചിന്ത വളർത്തുന്നതിൽ നെഹ്റുവിന്റെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. From a deeply religious way of life, that would be called secular, and at the same time, a society which gives less importance to the religion, that also could be called as a secular system. I am a religious person, but I do not give much of an importance in my daily life. That could also be a secular. And the other thing is, you be a religious person, you give. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ K ഗോപാലൻകുട്ടി അധ്യക്ഷം വഹിച്ചു. മാവൂർ വിജയൻ, TP കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപഹരിക്കപ്പെടുന്ന ജനാധിപത്യ അവകാശങ്ങളുടെ സ്ഥാനത്ത് ഒരു മർദ്ദകാധികാരം രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് KEN കുഞ്ഞാമത്. KHSTA സമരപ്രഖ്യാപന കൺവെൻഷൻ കോഴിക്കോട്ട്. തൊഴിലാളികളെ മുതലാളികൾക്ക് മുൻപിൽ അടിയറ വയ്ക്കുവാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോലും ശ്രമിക്കുന്നതെന്ന് AK ശശീന്ദ്രൻ MLA. കേരള ആർട്ടിസാൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.